ആകാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലുത്. അച്ഛൻ അറിയാൻ വേണ്ടി അച്ഛൻ കോട്ടയത്തെ ആ കോടിമേൽ ഒരു ക്ലബ്ബുണ്ട്. അച്ഛൻ ഞായറാഴ്ച ദിവസം അവിടെ ചെന്നാൽ മതി. നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെ, ഞാനൊരു ക്രിസ്ത്യാനി ഫാമിലി ജനിച്ചതുകൊണ്ട് പറയും, നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെ കുടുംബമായിട്ട് വന്ന് അവിടെ പള്ളിയിൽ പോയിട്ട് ദേവലോകം പള്ളിയിലോ അല്ലെങ്കിൽ പാലായിലെ അൽഫോൻസാമ്മയുടെ പള്ളിയിൽ പോയിട്ട് വന്ന് അവിടെ ഒരു ഭക്ഷണവും കഴിച്ച് കള്ളും കുടിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കോട്ടയം ക്ലബ്ബുണ്ട്, കാഞ്ഞിരപ്പള്ളി ക്ലബ്ബിലുണ്ട്. അച്ഛൻ ഈ കോട്ടയത്ത് കോടിമലയ്ക്ക് അടുത്തുള്ള ആ ക്ലബ്ബ് അറിയാമല്ലോ, അവിടെ പല ക്ലബ്ബുകളുണ്ട് കോട്ടയത്ത്. അവിടെ എല്ലാം ഹോട്ടലുകളിലൊക്കെ നമ്മുടെ ഒരുപോലെ കരുതണ്ട. കർത്താവ് 12 ശിഷ്യന്മാരെ എടുത്തില്ല, ഒരാൾ തെറ്റിപ്പോയില്ലേ എന്ന് പറഞ്ഞ പോലെ തെറ്റിപ്പോയിട്ടില്ല. യൂദയാണ് ശരി. യൂദ വചനം നിറവേറുമെന്നും ബൈബിളിൽ പറയുന്നുണ്ടായിരുന്നു. ഒരാളെ ഒറ്റിക്കൊടുക്കണം അച്ഛാ, ഒരാളെ ഒറ്റിക്കൊടുക്കണമെന്നുണ്ടായില്ല അച്ഛാ. അവനല്ല, ബൈബിളിൽ വചനം നിറവേറാൻ വേണ്ടിയിട്ടാണ് യൂദ അത് ചെയ്തത്. കാരണം വചനം എഴുതിയപ്പോൾ എന്നോടൊപ്പം അപ്പം പങ്കിടുന്ന കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവനെ കൊള്ളായിരുന്നു എന്നാ കർത്താവ് പറഞ്ഞത് അവനെ കുറിച്ച്. അതല്ല പറഞ്ഞത് അങ്ങനെ അച്ഛാ. അതിനകത്ത് വചനത്തിൽ പറയുന്നുണ്ടോ ഒരാളെ എന്നെ തള്ളി പറയുമെന്ന്? എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആളെ, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഒരാളെ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞോ? ആരെങ്കിലും അതെ, അത് മുഖത്ത് നോക്കിയാ പറഞ്ഞത്. അതെ, ആ മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെ സംഭവിച്ചില്ലാന്നെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് ഈ യേശുവിനെ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി അവർ ക്രൂശിച്ചേനെ. അതുകൊണ്ടാണ് വചനം നിറവേറാൻ വേണ്ടിയിട്ട് ചെയ്തത്. ആ യൂദാസ്ലിയ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന് പൈസയും കിട്ടി, കാര്യങ്ങളും നടന്നു. അല്ല അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നെഗറ്റീവ് തിങ്കിങ് ആണ് ഇപ്പം ബൈബിളിലെല്ലാം. നല്ല കാര്യമാണ്, എനിക്ക് അതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾക്ക് അതങ്ങനെ കൂട്ടിയ അഭിപ്രായമുണ്ട്. അങ്ങനെയല്ല അച്ഛാ, നമ്മളിപ്പം ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സപ്പോർട്ട് ചെയ്യാം, ഇതെല്ലാം നല്ല തന്നെ. വേറെ കാര്യമുണ്ട്, വീഞ്ഞ് കുടിക്കാം, പക്ഷെ നിന്റെ അജീർണതയ്ക്ക് അല്പം വീഞ്ഞ് കുടിക്കാന്ന് പൗലോസിലെ പറയുന്നുണ്ട്. അതുകൂടെ വലിയൊരു സംഭവം. അച്ഛനെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഈ ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ടവരല്ലേ ഒരു 20 പേര് കഴിഞ്ഞാലെല്ലാം പെൺമക്കളും ആൺമക്കളും ഗൾഫിൽ പോവും, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോവും. അവിടെയൊക്കെ ഇപ്പൊ പള്ളി കഴിഞ്ഞാൽ ആ പള്ളി തന്നെ മദ്ബഹ തന്നെ ബാറാകുകയാണ്. ആ പിള്ളേരൊക്കെ ഇന്ന് മാത്രം മദ്യപിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? വെള്ളം എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ ബിയറാണ് കുടിക്കുന്നത്. അതറിയാം അച്ഛനെ. ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ പോകുന്ന നമ്മുടെ മക്കളെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവരെ നന്നാക്കുന്നു. യൂറോപ്യൻ കൺട്രീസ് ഇപ്പം പള്ളി ഞായറാഴ്ച ദിവസം സർവീസ് ചെയ്യുന്ന പറഞ്ഞാൽ ബാറുകളാണ്. അത് കഴിഞ്ഞാൽ ഉടനെ വാടകയ്ക്ക് കൊടുക്കുകയാണ്. മദ്ബഹായിരിക്കുന്നവരെ മദ്യപിക്കാം. അതുകൊണ്ട് അച്ഛാ ഈ ഓൺലൈനിൽ നിങ്ങൾ എതിർക്കുന്നത് യാതൊരു കാരണവശാലും യൂറോപ്പും കേരളവുമായിട്ട് നമ്മള് എന്താ കുഴപ്പം? കേരളത്തിലെ കാണുമ്പോൾ കൈകൂപ്പി നമസ്ത എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ എന്താ ചെയ്യുന്നത്? ഹഗ് ചെയ്യുകയാണ്. പുതിയ ജനറേഷനിലെ ഇപ്പൊ എല്ലാം ഡിജിറ്റൽ. അച്ഛൻ വീട്ടിൽ ഇരുന്ന് അച്ഛന്റെ മക്കളെ കാണുന്നില്ലേ? ഫോട്ടോയിൽ കൂടെ ഫോണിൽ കൂടെ കാണുന്നില്ലേ? പണ്ടുണ്ടായിരുന്നു, അച്ഛന് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതും ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. ലോകം മാറുകയാണ്, ഡിജിറ്റലൈസ് ചെയ്തു ലോകം. ഇപ്പൊ ഫോണിൽ കൂടി വീട്ടിലിരുന്ന് ഈ അടിച്ച് എന്നെ ഫിറ്റായി കിൻഡായിട്ട് എന്റെ മോനെ കണ്ടിട്ട് എന്താ പറയുന്നത്? എനിക്ക് ഒരെണ്ണം ഒരു ചെറിയ കുപ്പി വാങ്ങിച്ച് വീട്ടിൽ ഇരുന്ന് എല്ലാവരും കൂടി വൈകിട്ട് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥനയും കഴിച്ചിട്ട് അച്ഛൻ വൈകിട്ട് പ്രാർത്ഥനയും കഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഐശ്വര്യം. അച്ഛൻ കഴിക്കണ്ട. സുബോധത്തോടെ ഈ ഞാൻ ചോദിക്കട്ടെ, അച്ഛന്റെ ഇടവയിൽപ്പെട്ട അച്ഛൻ ഏത് വലിയ ഇടവയിലാണെങ്കിലും ആ ഇടവയിൽപ്പെട്ട അംഗങ്ങള് വെളിയിൽ പോയി ബാറിൽ പോയി അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ പോയി വഴിയിലൊക്കെ കുടിച്ച് വഴി നിൽക്കുന്ന കാണുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് കടന്ന് ഉറങ്ങുന്നതല്ലേ നല്ലത്. സന്ധ്യാപ്രാർത്ഥനയും കഴിച്ചിട്ട് കള്ളം വന്ന് അവൻ കയറി മൊത്തം എടുത്തോണ്ട് പോകും. നമ്മളെ തന്നെ പോയി അടിച്ച് പിറ്റായി കിടന്നു. ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ അതിന് വളരെ ബുദ്ധിശാലികളാണ്. അത് കുടിക്കാതിരുന്നാലും കൊണ്ടുപോകും. അല്ല, കള്ളന്മാരൊക്കെ ഇപ്പൊ ചെയ്യുന്നത് സമയത്ത് വരും. നമ്മളെയും കൊന്നിട്ട് സ്വർണ്ണം എടുത്തോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ അവർ കൊണ്ടുപോകും. അതിനേക്കാൾ സുബോധത്തോടെ കിടക്കുന്നില്ലേ നല്ല രാത്രി? സമ്പാദ്യത്തെ കെട്ടിപ്പിടിച്ച് കിടക്കൊന്നും വേണ്ട. അച്ഛൻ ഇത്ര ബാലിഷ്യമായിട്ട് ഇതിനെ എതിർക്കുന്നത് ദൈവം തരാനുള്ള ദൈവത്തിന് തരും കേട്ടോ. അതുകൊണ്ട് എനിക്ക് അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുടിക്കുന്നവർക്ക് കുടിക്കാം, ഓൺലൈനിൽ വരട്ടെ, ആവശ്യക്കാർ വാങ്ങിച്ച് കുടിക്കട്ടെ. അത് എന്തിനാ അച്ഛൻ എതിർക്കുന്നത്? എന്തിനാ? അല്ല, ഈ വീടുകളിൽ എത്തിക്കുന്നതിനേ ഉള്ളൂ പ്രശ്നം. വീടുകളിൽ എത്തിക്കുന്ന ഉചിതമല്ല. ഞാൻ പറയാം, ഓട്ടോക്കാരെയോ ഡ്രൈവറെയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ പരിചയം ഉണ്ടെങ്കിൽ കൊടുത്തു വിട്ടാൽ അവൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. സ്ത്രീകൾ തന്നെ അങ്ങനെ ഇപ്പം മറ്റു സ്ഥലങ്ങൾ വാങ്ങുന്നത്.
അവനോട് തോന്നാൻ കുടിക്കണോ ഇല്ലയോ എന്നുള്ളത്. ആദ്യം നിങ്ങൾ പള്ളിയിൽ ഈ കുർബാന മധ്യേ പ്രസംഗിക്കുമ്പം പറയാ മദ്യത്തിന്റെ ദോഷങ്ങൾ പറയാ, നിങ്ങൾ ആരും കുടിക്കരുതെന്ന് പറയാ. അല്ലാതെ മറ്റുള്ളവരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്. രസകരമായ കാര്യം, ഈസ്റ്ററും ക്രിസ്മസ് എല്ലാം വരുമ്പോൾ ഞാൻ എന്റെ ജനത്തോട് പറയാറുണ്ട്, പിന്നെ വെള്ളത്തിൽ താമരയില കിടക്കുന്ന പോലെ ആരും കിടക്കരുതെന്ന് മാത്രം ഞാൻ പറയും. എന്താണ്, വെള്ളത്തിന്റെ മേളിലാണ് താമരയില കിടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അവരെ വിടുന്നത്. അത്രേ എനിക്ക് പറയാൻ പറ്റും. അച്ഛാ, അതും കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ നേരെ ഇറങ്ങിയിട്ട് നമ്മുടെ ഇപ്പം ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു 1 or 2 കുർബാനയുള്ള പള്ളിയാണെങ്കിൽ ഒരു 12 മണിക്ക് മുമ്പ് പള്ളിയിലെ സർവീസുകൾ തീരും. അത് കഴിഞ്ഞ് ഇവർ എങ്ങോട്ടാ പോകുന്നത്? ശരി, ശ്രീ ഫിലിപ്പോസ്, ഇപ്പൊ നമുക്കിപ്പോ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ശ്രീ ലാസർ FM, അദ്ദേഹം KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ ഒരു പോരാളി കൂടിയാണ്. ശ്രീ ലാസർ FM, ഈ സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യം വ്യാപകമാക്കുക എന്ന ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല, ആലോചനകളാണ്. യഥാർത്ഥത്തിൽ ഇതൊരു നല്ല ആലോചനയല്ല എന്നൊരു സംശയം ഉയരുകയാണ്. മദ്യ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലോ ഈ തീരുമാനം? അല്ല, ഒരിക്കലുമല്ല. ഇതൊരു നല്ല തീരുമാനമല്ല, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതുമല്ല. ഒരിക്കലും ഗവൺമെന്റ് അതിന് മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കേരള സംസ്ഥാനത്തിൽ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ചവിട്ടി തേക്കുന്ന വിധമാണ് ഇപ്പോഴത്തെ നയം പോകുന്നത്. അത് വകുപ്പ് മന്ത്രി ആയിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും അത് സംഘമായി തന്നെ ഇതിനെതിരെ ഒരു അത് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങൾ വരികയാണ്. പിന്നെ വേറെ പല കണക്കുകളുണ്ട്. പക്ഷെ മുൻ സർക്കാർ തന്നെ ഇത് കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അല്ല, എന്റെ ചോദ്യം അതല്ല, നമുക്ക് ഡയറക്റ്റ് ആയ ഒരു ചോദ്യം. ഓൺലൈൻ എന്തുകൊണ്ട് മദ്യ ഉപഭോഗം കൂട്ടും? എന്തുകൊണ്ട് ഓൺലൈൻ വിതരണ നീക്കത്തെ എതിർക്കുന്നു? നമ്മളിപ്പോ നടക്കുന്ന ഓൺലൈൻ, അത് ഞാൻ പറയാൻ വരികയായിരുന്നു. ഇപ്പൊ നടക്കുന്ന ഓൺലൈൻ സിസ്റ്റം തന്നെ ചെക്ക് ചെയ്ത് നോക്ക്. അതിന്റെ പേരുകൾ അറിയാമല്ലോ. ഇങ്ങനെ കുറെ ഓൺലൈൻ ആളുകൾ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. ഇപ്പൊ എത്തിക്കുന്നതിൽ പലതും എന്തോന്നാണ്, എനിക്ക് നേരത്തെ അനുഭവം ഉള്ളതുണ്ട്. കഞ്ചാവുണ്ട്, ചലസുണ്ട്, ബ്രൗൺ ഷുഗറുണ്ട്, ഹാഷിഷുണ്ട്, പിന്നെ MDMA ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ ടെക്നിക്കും അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതെങ്ങനെ ഈ കച്ചവടക്കാരുടെ കയ്യിൽ വരുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മദ്യം വരുമ്പോ ഇത് തുറന്നങ്ങ് കൊടുക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ സ്ത്രീകളും ഇതിനകത്ത് കയറി വന്നു കഴിഞ്ഞുവല്ലോ. അവരും ഇപ്പൊ മദ്യപിച്ച് പബ്ബുകളിലൊക്കെ നിന്ന് വിലസാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓൺലൈൻ ആകുമ്പോഴത്തേക്കും ഒരു നിയന്ത്രണമില്ലാതെ അങ്ങ് തുറന്നു കൊടുക്കുകയാണ്. ഒരു ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നല്ലോ, ഒരു ലിബറലൈസേഷന്റെ ഒരു അങ്ങേയറ്റത്തെ രീതിയിലേക്ക് മദ്യം കടന്നു വരുന്നു. ഒന്ന് ഇടപെട്ട് ഒരു സംശയം, അതായത് ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഇങ്ങനെ വലിയ ക്യൂ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ആ കാഴ്ച ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നം, അത് ചെറുതല്ലാത്ത പ്രശ്നം തന്നെയാണ്. അത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നു, അതുണ്ടാക്കുന്ന ഗതാഗത അപകട പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമായി ഇതിനെ കണ്ടുകൂടെ നമുക്ക്?